السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗവും ആ സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പമുള്ള സഹവാസവും അത് ഏതൊരു മുഅ്മിനിനും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സൗഭാഗ്യമാണെന്നും അതിന് ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നാം ആത്മാർത്ഥതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരികയുണ്ടായി. മഹാനായ അംർ ഇബ്നു മുറത്തൽ ജുഹനി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ആ സംഭവത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഷഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലല്ലാഹ്. തീർച്ചയായും ഞാൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ് എന്നും അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്നും താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വസല്ലൈതുൽ ഖംസ, 5 നേരത്തെ നമസ്കാരം ഞാൻ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. വ അദ്ദൈതു സകാത്ത മാലി, എന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള എന്റെ സമ്പത്തിന്റെ ബാധ്യതയാകുന്ന നിർബന്ധ ദാനവും ഞാൻ കൊടുത്തു വീട്ടുന്നുണ്ട്. അതുപോലെ വസുംതു ഷഹ്റ റമളാൻ, റമളാൻ വന്നാൽ ആ മാസത്തിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ മനുഷ്യൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ മറുപടി പറഞ്ഞു: മൻ മാത അലാ ഹാദാ കാന മഅൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ ഹാകദാ വനസബ ഇസ്ബഅൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഈ പറഞ്ഞ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ അന്ത്യനാളിൽ പ്രവാചകന്മാരുടെയും സത്യവാൻമാരുടെയും രക്തസാക്ഷികളുടെയും കൂടെയായിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു: മാലം യുഅഖി വാലിദൈ, അവൻ അവന്റെ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടില്ല എങ്കിൽ. ഇത് പറയുമ്പോ അവിടുന്ന് തന്റെ വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ഹദീസ് നിവേദനം ചെയ്യുന്ന അംർ ഇബ്നു മുറത്തൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മൾക്ക് നൽകുന്ന പാഠം മറ്റൊന്നും തന്നെയല്ല. സ്വർഗത്തിലേക്ക് പോകാൻ നമ്മളുടെ മുന്നിൽ കുറുക്കുവഴികളില്ല. സ്വർഗത്തിൽ പ്രവാചക സാമീപ്യം നേടിയെടുക്കാനും കുറുക്കുവഴികളില്ല. നാം നമ്മളുടെ വിശ്വാസത്തെ നേരെയാക്കുകയും അതുപോലെ തന്നെ നമസ്കാരം, അതുപോലെ സക്കാത്ത്, റമളാനിലെ നോമ്പ്, അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ ശരിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആത്മാർത്ഥതയോടെ മുന്നേറുമ്പോഴുമാണ് നമുക്ക് അല്ലാഹുവിങ്കൽ വിജയിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ കാരുണ്യത്തിനും നന്മയ്ക്കും വിധേയരായി തീരേണ്ടുന്ന മാതാപിതാക്കളുടെ കണ്ണ് നനയിക്കാതെ, അവരുടെ കണ്ണീരിന് നാം ഒരിക്കലും കാരണക്കാരായി തീരാതെ അവരെ ചേർത്ത് പിടിക്കാനും അവരെ ധിക്കരിക്കാതെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ടു പോകാനും കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ പ്രവാചകനോടൊപ്പം സ്വർഗം പുൽകാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിൽ പ്രവാചകന്റെ സഹവാസം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം റബീഅ റളിയല്ലാഹു തആല അൻഹു കഴിച്ചുകൂട്ടിയ ഒരു സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേയധികം സഹായങ്ങൾ, ഖിദ്മത്തുകൾ ആ മനുഷ്യൻ ചെയ്തു കൊടുക്കുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു: സൽ, നീ നിനക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളുക എന്ന്. ആ മനുഷ്യൻ ആലോചിച്ചു, ഞാൻ എന്താണ് ചോദിക്കുക? ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ട്, പ്രയാസമുണ്ട്,
പട്ടിണിയുണ്ട്, ഒത്തിരി പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളുമുണ്ട്. പക്ഷെ അതൊന്നുമല്ല ആ മനുഷ്യൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. ആ മനുഷ്യൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, എനിക്ക് വേണ്ടത് അങ്ങയോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള സഹവാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഖാല അവഗൈറ ദാലിക്, അതെനിക്ക് സാധ്യമായ കാര്യമല്ലല്ലോ. അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് സ്വർഗം നൽകണമോ നരകം നൽകണമോ എന്നൊക്കെ അതൊന്നും മറ്റൊരാൾക്കും തീരുമാനിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും നീ ചോദിക്കൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഖുൽതു ഹുവ ദാക യാ റസൂലല്ലാഹ്. നബിയെ, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് നൽകിയ ഒരു സതുപദേശമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. അങ്ങനെയാണെങ്കിൽ നീ ധാരാളമായി സുജൂദുകൾ ചെയ്യുക. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നീ നേടിയെടുത്താൽ തീർച്ചയായും നിനക്ക് നീ പറഞ്ഞ ആ സ്വർഗീയ അനുഗ്രഹം ഉണ്ടായിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായ സുജൂദ് നാം വർദ്ധിപ്പിക്കുക. നിർബന്ധ നമസ്കാരങ്ങൾ, ഐച്ഛികമായ നമസ്കാരങ്ങൾ, ഇവയെല്ലാം ജീവിതത്തിൽ ചിട്ടയോടെ നാം നിലനിർത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്ക് ആ പ്രവാചകനോടൊപ്പം സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നമുക്ക് തീർച്ചയായും ആ നബിയോടൊപ്പം കഴിഞ്ഞുകൂടാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിത്തീരും. അടുത്തതായി നാം മനസ്സിലാക്കേണ്ടുന്ന സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. ധാരാളമായി പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുക്കാൻ യോഗ്യൻ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവനാണ്. വെള്ളിയാഴ്ച നമ്മൾക്കറിയാം നബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗസാമീപ്യം ലഭിക്കുന്ന മാർഗങ്ങൾ ഈ പറഞ്ഞതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നാം അവ മനസ്സിലാക്കാനും ജീവിതത്തിൽ നിലനിർത്താനും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.